ഭാർഗവരാമൻ അഥവാ പരശുരാമൻ ഭാരതീയ പുരാണങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും ഒരു മഹാപുരുഷനായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഭാർഗവരാമൻ എന്ന പേര് കേട്ടാൽ തന്നെ ആസുരിക ശക്തിയുള്ള ക്ഷത്രിയന്മാർ നടുങ്ങും എന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത്. ആ ഭാർഗവരാമൻ്റെ പേരിൽ ഇന്ത്യ ഒരു അസ്ത്രം, ഒരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഭാർഗവാസ്ത്രം എന്നാണ് അതിൻ്റെ പേര്. അതായത് അന്തരീക്ഷത്തിലൂടെ പറന്നു വന്ന് നമ്മെ ആക്രമിക്കുന്ന ചെറിയ ഡ്രോണുകൾ ഇക്കാലത്ത് പല ശത്രുരാജ്യങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഘർഷത്തിൽ തുർക്കിയുടെ ഡ്രോണുകൾ നമുക്കെതിരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. ആ ഡ്രോണുകൾ നമുക്ക് ഫലപ്രദമായി നേരിടാനായി ഒരു ഡ്രോൺ പോലും ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ നാശം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രഹരം എങ്കിലും ഇന്ത്യക്ക് ഏൽപ്പിക്കാൻ, ഇന്ത്യൻ മണ്ണിൽ അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഏതാണ്ട് ഒരു 500ഓളം ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ നമ്മുടെ ശത്രുരാജ്യം ഉപയോഗിച്ചത്. പക്ഷേ അവയെല്ലാം നിഷ്ഫലമാക്കി നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം. ഇപ്പോൾ ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുതൽക്കൂട്ടായിട്ട് പുതിയൊരു ആയുധം കൂടി നമ്മൾ വികസിപ്പിച്ചിരിക്കുകയാണ്. അത് പ്രതിരോധ വകുപ്പ് അതിനെക്കുറിച്ച് നൽകുന്ന ചില വിവരങ്ങളുണ്ട്. അത് ഞാനിവിടെ വിവരിക്കാം. അതിൻ്റെ പേര് ഭാർഗവാസ്ത്ര എന്നാണ്. ഭാർഗവരാമനെ പോലെ കയ്യിൽ മഴുവുമായിട്ട് യുദ്ധത്തിന് നിൽക്കുന്ന, പണ്ട് ഗുരുവിനെ കാണാൻ അനുവദിക്കാത്തതിന് ഗണപതിയോട് കലഹിച്ച് ഒരു കൊമ്പ് ഒടിച്ച ഭാർഗവരാമൻ്റെ കഥ നമ്മൾ വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്ന കവിതയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാർഗവരാമൻ അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് അമ്മയെ വധിക്കുകയും അച്ഛൻ വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ കൊലപ്പെടുത്തിയ അമ്മയെ പുനഃസൃഷ്ടിച്ച് നൽകണം, തപസ്സുകൊണ്ട് ആ അമ്മയ്ക്ക് ജീവൻ തിരികെ നൽകണം എന്നും ആവശ്യപ്പെട്ട ഒരു ഇതിഹാസ പുരുഷനാണ് ഈ ഭാർഗവരാമൻ എന്ന് പുരാണങ്ങൾ പറയുന്നു. കഥകളായിരിക്കാം, എങ്കിലും ആ ഭാർഗവരാമൻ ഭാരതത്തിൻ്റെ പൗരുഷവും വീര്യവും ഒത്തുചേർന്ന ഒരു മാതൃകയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആസുരിക സമ്പത്തുള്ള ക്ഷത്രിയന്മാരെ മുഴുവനും വധിച്ച ആ ഭാർഗവരാമൻ്റെ പേരിലാണ് ഈ പുതിയ ഭാർഗവാസ്ത്രം നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അത് നിർമ്മിച്ചെടുത്ത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒഡീഷ തീരത്ത് വെച്ചാണ് അത് പരീക്ഷിച്ചത്. ഏതാണ്ട് 2.5 കിലോമീറ്റർ ഹ്രസ്വദൂരമാണ് അതിൻ്റെ പരിധി. 2.5 കിലോമീറ്റർ വരെയുള്ള അത്രയും അകലത്തിൽ വരെ എത്തി ഡ്രോണുകളെ നശിപ്പിക്കാൻ പറ്റുന്ന ചെറിയ റോക്കറ്റുകൾ അടങ്ങിയ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എന്തായാലും ഇത് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് SDAL ആണ് ഭാർഗവാസ്ത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ DRDOയുടെ കീഴിൽ ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളുമുണ്ട്. അതിൽ ഈ SDAL സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് അവരാണിത് വികസിപ്പിച്ചത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ അയൽ രാജ്യത്ത് നിന്ന് വലിയ ശക്തമായ ഡ്രോൺ ആക്രമണം നമുക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ നമ്മൾ അതിനെയെല്ലാം ഫലപ്രദമായിട്ട് നേരിട്ടു. ഇപ്പോൾ അതിലേക്ക് ഒരു മുതൽക്കൂട്ടാവുകയാണ് ഭാർഗവാസ്ത്ര. ഞാൻ നേരത്തെ പറഞ്ഞു, 2.5 കിലോമീറ്റർ അകലെ വരെ ചെന്ന് ഡ്രോണുകളെ നശിപ്പിക്കാൻ ഇതിന് സാധിക്കും. അതുപോലെ തന്നെ ഡ്രോണുകൾ തിരിച്ചറിയാനും തകർക്കാനുമുള്ള സംവിധാനം ഭാർഗവാസ്ത്രയിലുണ്ട്. ഈ ഭാർഗവാസ്ത്രയിൽ മൈക്രോ റോക്കറ്റുകൾ, ഒന്നിലധികം മൈക്രോ റോക്കറ്റുകൾ, ഏതാണ്ട് 4 വരെ മൈക്രോ റോക്കറ്റുകൾ ഘടിപ്പിക്കാൻ ഭാർഗവാസ്ത്രയിൽ സാധിക്കും എന്നാണ് ഇവർ SDAL നൽകുന്ന സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് നൽകുന്ന വിവരം. അങ്ങനെയുള്ള ഈ ഒന്നിലധികം പരീക്ഷണങ്ങൾ, ഈ റോക്കറ്റുകൾ ഘടിപ്പിച്ച ഭാർഗവാസ്ത്ര, 4ഓളം റോക്കറ്റുകൾ ഘടിപ്പിച്ച ഭാർഗവാസ്ത്രയാണ് പരീക്ഷണത്തിന് വിധേയമാക്കിയത്. ആ പരീക്ഷണം വമ്പിച്ച വിജയമായിരുന്നു എന്നാണ് റിപ്പോർട്ട്.
എന്തായാലും ഈ ഗോപാൽപൂരിൽ പരീക്ഷിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ 3 തവണ പരീക്ഷണം നടത്തി. ഈ 3 തവണയും വൻ വിജയമായിരുന്നു പരീക്ഷണം. കൃത്യമായിട്ട് ലക്ഷ്യത്തെ ആക്രമിച്ചു ഭേദിക്കാനും തകർക്കാനും ഭാർഗവാസ്ത്രയ്ക്കും അതിൽ ഘടിപ്പിച്ചിരുന്ന ചെറു റോക്കറ്റുകൾക്കും മൈക്രോ റോക്കറ്റുകൾക്കും സാധിച്ചു എന്നാണ് വിവരം. അതുപോലെ തന്നെ ഈ ഓരോ റോക്കറ്റ് വീതം ഘടിപ്പിച്ചും പരീക്ഷണം നടത്തി, അതും വിജയമായിരുന്നു. അത് 2 തവണ നടത്തി. അങ്ങനെ 4 മൈക്രോ റോക്കറ്റ്, ഒന്നിൽ തുടങ്ങി 4 മൈക്രോ റോക്കറ്റ് വരെ ഘടിപ്പിച്ചാണ് ഈ പരീക്ഷണം നടത്തി വിജയിച്ചത്. ഓരോ പരീക്ഷണവും 2ഉം 3ഉം തവണ നടത്തി. എല്ലാ പരീക്ഷണങ്ങളും സമ്പൂർണ്ണ വിജയമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രതിരോധ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഉള്ളത്. എന്തായാലും അത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഇനി വരാൻ പോകുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധമായിരിക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യം മനസ്സിലാക്കുകയും സർക്കാർ ഡ്രോണുകൾ വിവിധ തലങ്ങളിൽ സമാധാനത്തിനും യുദ്ധത്തിനും ഒരുപോലെ ഡ്രോണുകൾ ഉപയോഗിക്കാവുന്ന അതിൻ്റെ ഉപയോഗം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടുന്ന പരിശീലനം നമ്മുടെ സൈനികർക്കും മറ്റും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആ യുദ്ധം അതിനെ ഫലപ്രദമായി ചെറുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ തദ്ദേശീയമായി ഡ്രോണുകൾ വികസിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ തദ്ദേശീയമായി ഡ്രോണുകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരീക്ഷണങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ ഗവേഷണം നമ്മളെ ഒരു വലിയ മാറ്റം, നമ്മുടെ സേനയ്ക്ക് വലിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അധികം ആൾനാശമില്ലാതെ നമ്മുടെ ജവാന്മാരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ശത്രുവിനെ തകർക്കാനും ശത്രുവിൻ്റെ വ്യോമതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും തകർക്കാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് നടന്നത്. എന്തായാലും ഇതിന് നമ്മൾ കേന്ദ്ര സർക്കാരിനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ വളരെ ഫലപ്രദമായിട്ട് ഈ പുതിയ ആധുനിക യുദ്ധതന്ത്രങ്ങൾ നമ്മുടെ സേനയിലേക്ക് സ്വീകരിക്കുകയും അതിനു വേണ്ടുന്ന പരിശീലനം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന തുടർ സംഭവങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ നടന്നു എന്നുള്ളത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതം അവരെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രോണുകൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നു, നമ്മളിപ്പോൾ ഭാർഗവാസ്ത്ര വികസിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയിൽ കൂടുതൽ ഫണ്ട് ഉൾപ്പെടുത്തുകയും അതുവഴി ആ പദ്ധതി വഴി തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ബലപ്പെടുത്തുകയും പുതിയത് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ആ ഒരു പദ്ധതി, ആ ഒരു രീതി നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ആകാശ് മിസൈലാകട്ടെ ഭാർഗവാസ്ത്രയാകട്ടെ, ഈ റഷ്യ യുക്രൈൻ്റെ ആക്രമണം തടയാൻ വേണ്ടി S-400 ഉപയോഗിച്ചു. പക്ഷേ റഷ്യയ്ക്ക് അവിടെ ചില പാളിച്ചകളൊക്കെ പറ്റി. അതേ ആയുധം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് ചേർത്ത് ഒരു കമ്പൈൻഡാണ്, അതായത് ഈ S-400 സുദർശന ചക്ര എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഒറ്റയ്ക്കല്ല ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മുടെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളെയും ചേർത്തുകൊണ്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത് ശത്രുവിൻ്റെ എല്ലാ ആക്രമണത്തെയും അതിന് തകർക്കാൻ സാധിച്ചു. ഏത് മിസൈലും ഏത് പോർവിമാനവും വന്നുകൊള്ളട്ടെ, അതിനെ തകർക്കാൻ, അത് നമ്മുടെ അതിർത്തി കടന്ന് ഇന്ത്യൻ ആകാശ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക്, ഇന്ത്യൻ അന്തരീക്ഷത്തിലേക്ക് അത് പ്രവേശിക്കാതെ തടുക്കാൻ നമുക്കായി, അതിനെ തകർക്കാൻ നമുക്കായി. അത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വിജയമാണ്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കേന്ദ്ര സർക്കാരും നമ്മുടെ സൈന്യത്തിന് കൊടുക്കുന്ന പിന്തുണ, അവർക്ക് കൊടുക്കുന്ന അവസരങ്ങൾ, അവർക്ക് ഗവേഷണ പരിശീലന പരീക്ഷണ കാര്യങ്ങൾക്കായി അവർക്ക് നൽകുന്ന ഫണ്ട് ഒക്കെ വളരെ വലുതാണ്. എന്തായാലും നമുക്ക് അന്തസ്സോടെ തല ഉയർത്തി നിൽക്കാം. ഭാർഗവാസ്ത്രയും നമ്മുടെ സേനയുടെ ഭാഗമായിരിക്കുന്നു. പരീക്ഷണങ്ങളെല്ലാം സമ്പൂർണ്ണമായ വിജയമായിരുന്നു.